ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈൻസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് തന്നെ വാങ്ങി വെച്ചൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ട്യൂബ് ലൈറ്റിൽ കയറ് ചുറ്റി കൊടുത്തിട്ട് അതിലേക്കാണ് ഈ മണി പ്ലാന്റ് ക്ലൈംബ് ചെയ്ത് വന്നേക്കണത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറ് കണ്ടോ. പുതിയ ലീഫിന് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ലീഫിന് പ്രായമാവും തോറും കളറ് കുറച്ച് ഡാർക്കായിട്ടും കുറച്ചിങ്ങനെ ചേഞ്ച് ആയിട്ടൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ കുറേ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചെറുതായിട്ട് ബേണായിട്ടൊക്കെ പോവും. അപ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് കൊടുത്തിട്ട് ഒരു ഷെയ്ഡിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ചെടി ഈ മണി പ്ലാന്റ് വളർന്നു വരും. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഗോൾഡൻ ഫിംഗർ അരേലിയയാണ്. അപ്പോൾ ഇത് നമ്മൾ പേര് പോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഓരോ ലീഫിനും 5 എതൾപ്പ് പോലെയുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഇതിന് ആ പേര് വന്നിട്ടുള്ളത്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഫോൾസ് അരേലിയ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റിന് നല്ല ഒരു ഗ്രീൻ കളർ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ഗ്രീൻ കളറാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഇത് നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്ന ലീഫാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഗോൾഡൻ അരേലിയൊക്കെ പോലെ തന്നെ നല്ല വെയിലത്ത് വെച്ചാൽ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു കമ്പ് വെട്ടിയിട്ട് നമ്മൾ വേറൊരു പോട്ടിൽ വെയിലത്ത് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. അടുത്ത ചെടിയുടെ പേര് സിങ്കോണിയം പ്ലാന്റ് ആണ്. നമുക്ക് ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു ഇൻഡോർ പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ്. അപ്പോൾ കുറേ ടൈപ്പ് സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതിനകത്ത് സിങ്കോണിയത്തിൻ്റെ വൈറ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ ചെടിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഈ ചെടി സർവൈവ് ചെയ്യും. പിന്നെ നമുക്ക് അധികം ലൈറ്റും ഈ ചെടിക്ക് ആവശ്യമില്ല, ഡയറക്റ്റ് സൺലൈറ്റൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു നല്ല ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണ് സിങ്കോണിയം. പിന്നെ നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ്സ് അതിൻ്റെ ലീഫ് നമ്മുടെ പെറ്റ്സ് കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ലീഫ് ഇത്തിരി ടോക്സിക്കാണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഗ്രീൻ കളർ സിങ്കോണിയം. അപ്പോൾ ഇത് നമുക്ക് അടുത്തുള്ളൊരു ചേച്ചിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത്തിരി ലീഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേഗം നമ്മൾ തീരെ കെയർ ചെയ്യാണ്ട് തന്നെ വേഗം ഈ പ്ലാന്റ് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും മണി പ്ലാന്റ് പോലെ ഇതിനും നമുക്ക് ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് വിടാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വന്നത് ഞാൻ ചുമ്മാ ഒരു PVC പൈപ്പിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊരു ടേബിളിൻ്റെ ടോപ്പിലൊക്കെ വെച്ചിട്ട് ആ ക്ലൈംബേഴ്സ് ഇങ്ങനെ താഴേക്ക് വീണെടുക്കുന്നത് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പറമ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ചെടി നിൽക്കുന്നത് കാണുകയാണെങ്കിൽ ഒട്ടും അടയ്ക്കാണ്ടത് പറിച്ചുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ ഉള്ളിലൊരു നല്ലൊരു പോട്ടിലാക്കി വെക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ചെടിയുടെ പേര് അഗ്ലോണിമ എന്നാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഉള്ള എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ. അപ്പോൾ അഗ്ലോണിമാസ് കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. അപ്പോൾ ഈ ഒരു ചെടി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെടുത്ത് കുറച്ചാൾ മുമ്പോട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്ന് നമുക്കിതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നേരെ മണ്ണിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റും മഴയും എല്ലാം കൊണ്ട് ഇതിൻ്റെ ലീഫൊക്കെ കുറച്ച് ബേണായി മഞ്ഞച്ച് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നില്ല അന്നൊന്നും. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വേഗം എടുത്തിട്ട് ഒരു പോട്ടിൽ വെച്ചിട്ട് ചകിരിച്ചോറും മണ്ണും പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും പ്ലാന്റ് നല്ല ഉഷാറായി. പിന്നെ പേര് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഗ്രീൻ കളർ ലീഫിൻ്റെ സൈഡിലൊക്കെ ലിപ്സ്റ്റിക് ഇട്ട പോലെ നല്ല റെഡ് കളർ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ഇത് അധികം സൺലൈറ്റ് നമ്മൾ കൊടുക്കരുത്, ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാട്ടർ ചെയ്യാനായാലും വാട്ടർ അധികം ആവശ്യമില്ല. എന്നാലും നമ്മളൊരു
കറക്റ്റായിട്ടുള്ളൊരു ഇൻ്റർവെല്ലിൽ നമ്മളിതിനെ വാട്ടർ ചെയ്ത് കൊടുക്കുക. ഇത് പാൻഡനാസ് പ്ലാന്റ് ആണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇത് സ്പൈഡർ പ്ലാന്റ് ആണെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ സ്പൈഡർ പ്ലാന്റും പാൻഡനസ് പ്ലാന്റും രണ്ട് ഡിഫറെൻറ്റ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈറൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ ആയിട്ട്. പിന്നെ നമുക്ക് ഇതിന് ഇത് വേരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. പാൻഡനസിൻ്റെ വേരിഗേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലെ ലീഫിന് പച്ച കളറും ഉള്ളിലും മഞ്ഞ കളറും കാണില്ലേ, അതിനെയാണ് ഈ വേരിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് അത്യാവശ്യം സൺലൈറ്റിൽ ജീവിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇത്. ഇതിന് അത്യാവശ്യം സൺലൈറ്റ് വേണം. പിന്നെ നമുക്ക് ഒരു സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് ഇതിനെ വളർത്താൻ വേണ്ടി പറ്റും. കാരണം ആവശ്യത്തിന് സൺലൈറ്റ് ഇതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വേരിഗേഷനൊക്കെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളറ് പ്ലാന്റാണിത്. അപ്പോൾ പിങ്ക് സിങ്കോണിയം, ഈ പിങ്ക് സിങ്കോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ ലീഫിനൊക്കെ നല്ലൊരു പിങ്ക് ഷെയ്ഡായിരിക്കും. പക്ഷെ നമ്മളുടെ ലീഫിന് പ്രായം കൂടുന്തോറും ലീഫിന് കുറച്ചൊരു ഗ്രീൻ ഷെയ്ഡ് കയറി വരും. ഇപ്പോൾ ഈ ലീഫൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ചെടി വെച്ചപ്പോൾ ഉണ്ടായ ലീഫാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു ഗ്രീൻ പോലത്തെ കളറായി. പിന്നെ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടുണ്ടായ പ്ലാന്റിന് പിങ്ക് മേന്ന് ഗ്രീനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലീഫിനാണെങ്കിൽ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരിക്കും. പിന്നെ ഈ സിങ്കോണിയം പ്ലാന്റിൽ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ലീഫിൻ്റെയും അടിയിൽ നിന്ന് ആ നോടുകളിൽ നിന്ന് നമുക്ക് റൂട്ടുകൾ വരും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ആ റൂട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ലീഫ് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത് നട്ടു കൊടുക്കുകയോ വെള്ളത്തിലിടുകയോ ചെയ്താൽ നമുക്ക് കുറേ റൂട്ട് വന്ന് അതൊരു നല്ലൊരു പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതും ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സിങ്കോണിയം പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ട് ബാക്കി പ്ലാന്റ്സ് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാനിവിടെ എഴുതി കാണിക്കാം. കാരണം ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പറമ്പുകളിൽ വലിയ മരങ്ങളൊക്കെ ഉള്ള പറമ്പുകളാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടാകും. കാരണം വലിയ മരത്തിലൊക്കെയും ഇതിങ്ങനെ ഒരുപാട് ഹൈറ്റിൽ ഒരുപാട് തിക്കായിട്ടൊക്കെ ഈ ചെടി ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോയിട്ട് വളരണ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു സിങ്കോണിയാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ ലീഫ് നമ്മൾ ഇത്രയും നേരം കണ്ട സിങ്കോണിയത്തിൻ്റെ ലീഫ് പോലെയല്ല, കുറച്ചും കൂടിയും വ്യത്യാസമുള്ള ലീഫാണ് ഇതിൻ്റെ. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ പൂട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ക്ലൈംബ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിർത്താനും പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണിത്. പിന്നെ നമ്മളിപ്പോൾ ആദ്യം കണ്ട സിങ്കോണിയത്തിൻ്റെ ഗ്രീനിൻ്റെ ചെറിയ ലീഫുള്ള ടൈപ്പ് സിങ്കോണിയാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ സിങ്കോണിയത്തിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷനൊക്കെ കമൻ്റായിട്ട് എൻ്റെ അടുത്ത് പറയാം. താങ്ക് യു.